കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. സങ്കീർത്തനം 12-7 വചനം. ഈ സങ്കീർത്തനത്തിൽ 8 തിരുവചനങ്ങളാണ് ഉള്ളത്. BC 1010-നും 970-നും ഇടയിലാണ് ദാവീദ് ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ ദാവീദ് എഴുതിയ മനോഹരമായ ഹീബ്രു ഗാനമാണിത്. ഇന്നും ജീവിക്കുന്ന ഈ സംഗീതം, ഈ വചനങ്ങൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. നമുക്ക് ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ വചനത്തിന് മുമ്പുള്ള വചനം ഇതാണ്: കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവെ എന്നതിനു പകരം യഹോവേ എന്നാണ്. യഹോവയുടെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, പാപക്കറയില്ലാത്തതാണ്, മനുഷ്യനെ രക്ഷിക്കുന്നതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദാവീദ് പറയുന്നത് എന്നെ കാത്തുകൊള്ളണമേ എന്നല്ല, ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും കാത്തുകൊള്ളണമേ എന്നാണ്. അങ്ങനെ പറയാൻ ദാവീദിനെ പ്രേരിപ്പിക്കുന്നത് ദുഷ്ടർ എങ്ങും പരുതി നടക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു എന്ന് കാണുകയാണ്. 6-ാമത്തെ വചനം കർത്താവിൻ്റെ വാഗ്ദാനം നിർമ്മലമാണെന്ന് പറയുകയാണെങ്കിൽ, 8-ാമത്തെ വചനം പറയുകയാണ് ദുഷ്ടർ എങ്ങും പരുതി നടക്കുന്നു. ആ സിറ്റുവേഷനെ കുറിച്ച്, ആ അവസ്ഥയെക്കുറിച്ചാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ബൈബിൾ പണ്ഡിതരുടെ ഇടയിൽ ഈ സങ്കീർത്തനം ദാവീദ് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പാണോ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണോ എന്ന് കൃത്യമായി പറയുവാൻ കഴിയുന്നില്ല. മിക്കവാറും സാവൂൾ ദാവീദിനെ കൊല്ലുവാൻ ആലോചിക്കുകയും കൊല്ലുവാൻ പരിശ്രമിക്കുകയും ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി മലകളിൽ ഒളിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിലായിരിക്കണം ദാവീദ് ഇത് എഴുതിയത്. ദാവീദ് ഈ പ്രാർത്ഥന ഗാനം എഴുതുന്നത് തനിക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും കാത്തുകൊള്ളണമേ എന്ന് രാജാവായ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ മാതൃകയാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ദാവീദ് തൻ്റെ സമൂഹത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, മനുഷ്യ മക്കളിൽ വിശ്വസ്തരും ഇല്ലാതായിരിക്കുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടാണ് ദാവീദ് തൻ്റെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ് കർത്താവിനോട് പറയുന്നത്. ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു, അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. അസത്യം പറയുകയും കാപട്യവും നിറഞ്ഞ കുടുംബങ്ങൾ ഇസ്രായേലിൽ കൂടിയിരിക്കുന്നു. ഇന്നും ഒരു പക്ഷേ ദാവീദിന്റെ ഈ ഗാനം വളരെ അർത്ഥവത്താണ്. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കള്, മക്കള്, ബന്ധുമിത്രാദികള് അസത്യം പറയുന്നവരാണോ? നമ്മുടെ ഹൃദയത്തിൽ കാപട്യമുണ്ടോ? മുഖസ്തുതിയുണ്ടോ? അപ്പോൾ 3 പാപങ്ങള് ദൈവത്തോട്, യാഹുവയോട് ദാവീദ് പറയുകയാണ്. 1, അസത്യം പറയുന്നു. 2, മുഖസ്തുതികൾ നടത്തുന്നവരാണ്. 3, കാപട്യം നാവുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ട്. അഹങ്കാരം മുറ്റിയവരാണ് എന്ന് പറയുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് പറയുകയാണ്, ഈ ജനത ദരിദ്രരെ ചൂഷണം ചെയ്യപ്പെടുന്നു. ദാവീദ് എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? ചൂഷണം ചെയ്യപ്പെടുന്നവർക്കും എന്ത് ചെയ്യും? ഞാൻ അവർക്ക് അഭയം നൽകും. ഇത് പ്രാർത്ഥനയായിട്ട് യാഹുവയോട് പറയുന്നതാണ്. തൻ്റെ രാജഭരണത്തിൽ ഇത് ദാവീദ് ചെയ്തതായിട്ട്, വളരെ സമൃദ്ധിയിൽ തൻ്റെ രാജ്യം കൊണ്ടുപോയതായിട്ട് കാണുവാൻ കഴിയും.
നാവിൽ എപ്പോഴും ഈ പ്രാർത്ഥന നമുക്ക് ഉരുവിടാം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ,